ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് റിസ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് റിസ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വാനില ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കണം. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് 4 വലിയ മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വയർ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഒരു പെയിൽ യെല്ലോ കളറായി വരുന്നത് വരെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ലതുപോലെ പതിഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും ബട്ടർ തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതും 1/4 കപ്പ് ഓയിലും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതും റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നമുക്കിനി ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം പകുതി ഫ്ലോർ ചേർത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ബാക്കിയുള്ള ഫ്ലോറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് റിസ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. റെഡിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കേക്കിനെ ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ റിസ്കിന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രിം ചെയ്ത് മാറ്റുന്നത്. ഞാനിപ്പോൾ ഈ കേക്കിൻ്റെ 4 സൈഡ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ 1/2 ഇഞ്ച് കനത്തിലുള്ള ചെറിയ പീസസ് ആയിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത പാൻ കുറച്ച് വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്കിന് ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരുന്നില്ല.
റിസ്കിന് കുറച്ച് വീതി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലൈസ് ചെയ്തത് കുറച്ച് ചരിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കിന് അത്ര ഹൈറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചരിച്ച് വെച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ റിസ്ക് കുറച്ചുകൂടി വീതി ഉണ്ടാവും. ഇനി നമുക്കിതൊരു വലിയ ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് നിരത്തി വെച്ച് കൊടുത്തത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് പീസസ് ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത സൈഡൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് അതിനെ എല്ലാത്തിനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ബേക്ക് ചെയ്തെടുക്കണം. 160 ഡിഗ്രി സെൽഷ്യസിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.